വലാ തുൽഖു ഐദീകും ഇലത്തഹലൂക. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. അർത്ഥം എന്താണെന്നറിയോ? വലാ തുൽഖു, നിങ്ങൾ ഇടരുത്, ഐദീക്കും, നിങ്ങളുടെ കരങ്ങളെ, ഇലത്തഹലൂക, നാശത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് നിർദ്ദേശിക്കുന്നത്. ശാരീരികമായി, മാനസികമായി നമ്മെ നശിപ്പിച്ച് കളയുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതിലേക്ക് നമ്മുടെ കരങ്ങളെ ഇട്ടു പോകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിക്കുന്നത്. ഇന്നലത്തെ ഒരു വാർത്ത, ശരീരഭാരം കുറക്കുന്നതിന് വേണ്ടി യൂട്യൂബിൽ കണ്ട ഒരു മരുന്ന് കഴിച്ച് 19 വയസ്സുകാരിയായ ഒരു കുട്ടി മരണപ്പെട്ട വാർത്ത. ബഹുമാനികളെ, നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായ ധാരണയും ബോധവും വേണം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്? ഒരല്പ നാളത്തെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് പൈസകൾ ചെലവാക്കിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നാം കാട്ടിക്കൂട്ടുന്നത്. ഡോക്ടർമാർ വിധി എഴുതുന്നു, പലപ്പോഴും അതെല്ലാം മാരകമായ രോഗങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണെന്ന്. ഒരല്പസമയത്ത് സന്തോഷത്തിന് വേണ്ടി നാം ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും സർവനാശത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്ന കാര്യം നാം മറന്നു പോവുകയാണ്. നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് കൃത്യമായ ധാരണ നമുക്ക് വേണം. ലാ തുൽഖു ഐദീകും ഇലത്തഹലൂക, ഒരിക്കലും നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് ഇട്ടു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശമാണ്. മാത്രമല്ല, മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് യൂട്യൂബിലൂടെ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും, അവർ നശിപ്പിക്കുന്ന കാര്യം നാം പറഞ്ഞു കൊടുക്കാതിരിക്കുക. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അല്ലാഹു തആല പറഞ്ഞതല്ലേ. വിവരമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ നിൽക്കരുത്, മറ്റുള്ളവർക്ക് നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്താണെങ്കിലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം നാശത്തിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിലേക്കും നമ്മുടെ കൈകൾ ഇട്ട് പോകരുത്. ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. വണ്ണമുണ്ടെങ്കിൽ അതിരുന്നോട്ടെ, അല്ലെങ്കിൽ സൗന്ദര്യം കുറവാണെങ്കിൽ അതും കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ദൈവം നമുക്ക് നൽകിയേക്കുന്ന ഒരു സൗന്ദര്യമുണ്ടല്ലോ, അതിൽ നാം തൃപ്തരാവുകയാണ് വേണ്ടത്. അല്ലാതെ നശിച്ചു പോകുന്ന, നാശത്തിലേക്കെത്തുന്ന, മരണത്തിലേക്കെത്തുന്ന കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങളിലേക്ക് നാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം എന്നതാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ താല്പര്യം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും നമ്മെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.